ഹായ് പ്രിയപ്പെട്ടവരെ, ഒരു വിജാതീയനായ ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിലുള്ള മെഡിറ്റേഷനിലൂടെ തൻ്റെ തകർന്ന് തരിപ്പണമായി പോയ തൻ്റെ രോഗത്തിൽ നിന്നും പീഡകളിൽ നിന്നും തകർന്ന് തരിപ്പണമായി പോയ മനുഷ്യൻ തൻ്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അനുഭവമാണ്, അദ്ദേഹം അനുഭവിച്ച അനുഭവമാണ്. ഞാൻ തനിച്ചല്ല എന്ന തിരിച്ചറിവുണ്ടായത് ആത്മാവിലുള്ള ധ്യാനത്തിലായിരുന്നു. എന്നിൽ 3 അവസ്ഥകളുണ്ട്: ആത്മാവ്, ശരീരം, മനസ്സ്. നാം ചിന്തിക്കേണ്ടത് ഈ 3 അവസ്ഥകൾ തന്നെയാണ്. ഞാൻ എവിടെ നിന്ന് വന്നു, ഇപ്പോൾ എവിടെയാണ്, എങ്ങോട്ട് പോകുന്നു, തുടർന്ന് എങ്ങോട്ട്. ഇതെന്നെ എക്കാലത്തും ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊരു അടിസ്ഥാനപരമായ വിരാമം ഇടാനായിട്ട് എനിക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം ആത്മാവിനെക്കുറിച്ചോ ജീവനെക്കുറിച്ചോ ഒന്നും എനിക്ക് അത്ര വലിയ ബോധ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ എനിക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഒരു വിജാതീയനായ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം യേശുക്രിസ്തു എന്ന നാമം എന്നോട് പറഞ്ഞപ്പോൾ ആ നാമത്തെ വെച്ച് ഞാൻ മെഡിറ്റേഷൻ ധ്യാനിക്കുവാനായി തുടങ്ങി. ആ നാമം എന്നിൽ വസിക്കുന്ന ജീവാത്മാവിൽ എന്നെ എത്തിച്ചേർത്തു. അങ്ങനെ ജീവാത്മാവിൻ്റെ സ്പന്ദനങ്ങളും കാര്യങ്ങളും ആത്മാവ് എന്നോട് മനസ്സിലാക്കി തരുവാനായി തുടങ്ങി. ദിനം പ്രതി എന്നിലൊരു ആത്മവിശ്വാസം ജനിച്ചു. ആ വിശ്വാസം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങി. അങ്ങനെ നിരാശയിൽ നിന്നും രോഗത്തിൽ നിന്നും പതിയെ സൗഖ്യം പ്രാപിക്കാൻ തുടങ്ങി. ഞാൻ 4ഓളം പള്ളികളിൽ ബൈബിൾ വാങ്ങാനായി പോയി. 2 സ്ഥലത്ത് ആളില്ല, 2 സ്ഥലത്ത് ബൈബിളില്ല. 4ാമത്തെ ചർച്ചിൽ കയറി നോക്കി. ഏതാനും പ്രാർത്ഥനാ പുസ്തകങ്ങൾ മാത്രമേ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞുള്ളൂ. ഒരൊറ്റ ബൈബിൾ പോലും എനിക്ക് അവിടെ കണ്ടെത്താൻ പറ്റിയില്ല. ഞാൻ പിന്നെ ബൈബിൾ വാങ്ങിയത് ബുക്ക് സ്റ്റാളിൽ നിന്നുമായിരുന്നു. ആർത്തിയോടെ ഞാനത് വായിച്ചു. ബൈബിളിലുള്ള വചനങ്ങൾ പോലെ ശക്തവും ധീരവും അനുഭവമുള്ളതും ആ വാക്കുകൾ ജനിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതുമാണ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഞാൻ ധ്യാനിച്ചിരുന്നത്, ആ വചനത്തെ ധ്യാനിച്ചിരുന്നത്. അന്നും ഇന്നും ഇനി വരാനിരിക്കുന്ന കാലത്തും ഇത്തരത്തിലുള്ള ഒരു പുസ്തകങ്ങളോ ഇത്തരത്തിലുള്ള വചനങ്ങളോ ഉണ്ടാവില്ല എന്ന് ഞാൻ അറിഞ്ഞതും ഈ ബൈബിളിൽ നിന്നായിരുന്നു. കാരണം ഈ വചനം വെച്ച് മെഡിറ്റേഷൻ ചെയ്തപ്പോഴാണ് ഞാൻ യേശുക്രിസ്തുവിനെ ആത്മാവിൽ കണ്ടത്. ആ ആത്മധ്യാനത്തിൽ നിന്നാണ് യേശുവിനെ അറിഞ്ഞതും യേശുവിനെ കണ്ടതും യേശുവിനെ അനുഭവിച്ചതും. പക്ഷേ അവൻ എനിക്ക് തന്നതോ അവൻ്റെ പരിശുദ്ധാത്മാവിനെ. അതെന്നെ കൂടുതൽ തീജ്വാല പോലെ ആക്കി മാറ്റി. കാരണം അവൻ്റെ പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ എനിക്ക് അവനെ പ്രഘോഷിക്കാനായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ ക്രിസ്ത്യാനിയല്ല, ഞാനൊരു വിജാതീയനായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു, അവനെ മഹത്വപ്പെടുത്തുന്നു. നന്ദി, എല്ലാവർക്കും നന്ദി. നല്ലത് മാത്രം വരട്ടെ.